രൂക്ഷമായ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും 2025-26 കാലഘട്ടത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയ ഏറ്റവും ശക്തമായ സ്തംഭങ്ങളിലൊന്ന് ഓട്ടോമൊബൈൽ വ്യവസായമാണ്. ഒരു വശത്ത് റെക്കോർഡ് വിൽപ്പനയിലൂടെ സർക്കാരിന് ആയിരക്കണക്കിന് കോടികളുടെ നികുതി വരുമാനം ഉറപ്പാക്കുന്ന വ്യവസ്ഥ, മറുവശത്ത് കർശനമായ മോട്ടോർ വാഹന നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നയരൂപീകരണത്തെ പോലും സ്വാധീനിക്കാൻ തക്കവിധം കരുത്താർജിച്ച ഒരു വാഹനപ്രേമി സമൂഹം. കേരളത്തിലെ വാഹന വ്യവസായം വെറുമൊരു ഗതാഗത മാധ്യമമല്ല, അതൊരു അതിസങ്കീർണമായ സാമ്പത്തിക, സാംസ്കാരിക ആവാസ വ്യവസ്ഥയാണ്. ദേശീയ ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന വാഹന ഉപഭോഗം കേരളത്തിന്റെ ഉയർന്ന ക്രയശേഷിയെയും സാമ്പത്തിക ഘടനയെയും സൂചിപ്പിക്കുന്നു. 2026 ജനുവരിയിലെ മെറ്റാ ഡെയിലി റിപ്പോർട്ട് പ്രകാരം 2025 കേരളത്തിലെ വാഹന വിൽപ്പനയിൽ 12.8% വളർച്ച രേഖപ്പെടുത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 8.78 ലക്ഷം കാറുകളാണ് പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. NFHS 5 സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കേരളത്തിലെ 24.2% വീടുകളിലും കാറുകളുണ്ട്. കോവിഡ്, പ്രളയങ്ങൾ എന്നിവ മൂലമുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം വിപണി പൂർണ്ണമായും തിരിച്ചു വന്നിരിക്കുന്നു. GST നിരക്കുകളിലെ മാറ്റങ്ങളും ആഗോള സപ്ലൈ ചെയിൻ മെച്ചപ്പെട്ടതും വിതരണ തടസ്സങ്ങൾ ഇല്ലാതാക്കി. ഗതാഗത സൗകര്യങ്ങളെക്കാൾ ഉപരി വ്യക്തിഗത മൊബിലിറ്റി ഒരു സാമൂഹിക സ്റ്റാറ്റസായി കണക്കാക്കുന്ന ഉപഭോക്തൃ സ്വഭാവമാണ് ഈ വളർച്ചയുടെ അടിസ്ഥാനം. ദേശീയ തലത്തിൽ ഇരുചക്ര വാഹനങ്ങളാണ് സാധാരണക്കാരുടെ പ്രാഥമിക വാഹനം. എന്നാൽ കേരളത്തിൽ ഗാർഹിക വാഹന ഉടമസ്ഥതയിൽ കാറുകളുടെ അനുപാതം അസാധാരണമാം വിധം കൂടുതലാണ്. ഇത് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ട്രാഫിക് മാനേജ്മെന്റിലും കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. വാഹന രൂപമാറ്റം എന്നതൊരു സാംസ്കാരിക വിനോദം എന്നതിലുപരി കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു അസംഘടിത സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. 2026 NDTV റിപ്പോർട്ടും UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയും അനുസരിച്ച് അപകടരഹിതമായ വാഹന മോഡിഫിക്കേഷനുകൾക്ക് സംസ്ഥാനത്ത് നിയമസാധുത നൽകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അലോയ് വീലുകൾ, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമുകൾ, സസ്പെൻഷൻ അപ്ഗ്രേഡുകൾ എന്നിവ ഉൾപ്പെടുന്ന ആഫ്റ്റർ മാർക്കറ്റ് വ്യവസായം സംസ്ഥാനത്ത് വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശനമായ വിലക്കുകൾ ഈ മേഖലയെ ഒരു നിഴൽ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയിരുന്നു. നിയമസാധുത ലഭിക്കുന്നത് ഈ മേഖലയിലേക്ക് കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ കൊണ്ടുവരും. വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കുന്നത് സംസ്ഥാന സർക്കാരിന് ആഫ്റ്റർ മാർക്കറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും അധിക GST വരുമാനം നേടിക്കൊടുക്കാൻ സഹായിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കായി മാറും. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം പാരിസ്ഥിതികം എന്നതിലുപരി ഇന്ധന ചെലവിൽ നിന്നുള്ള വലിയൊരു സാമ്പത്തിക രക്ഷപ്പെടലാണ്. EV റിപ്പോർട്ടറിന്റെ 2026 ഔദ്യോഗിക ഡേറ്റ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ഇലക്ട്രിക് കാറുകളുടെ വിപണി വിഹിതം 7.9% ഉയർന്നു. 2025 മാത്രം 1,06,993 EVകൾ രജിസ്റ്റർ ചെയ്തു. ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലെ വിപുലീകരണവും ബാറ്ററികളുടെ കാര്യക്ഷമതയും EVകളുടെ സ്വകാര്യത വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ കേരളത്തിലെ വീടുകളിൽ വർദ്ധിച്ചുവരുന്ന സോളാർ പാനൽ ഉപയോഗം EVകളുടെ റണ്ണിംഗ് കോസ്റ്റ് ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിക്കുന്നതിനെ ഇല്ലാതാക്കുന്നു. മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിലെ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം കുറവായതിനാൽ ഉപഭോക്താക്കൾക്കിടയിൽ റേഞ്ച് ആങ്സൈറ്റി വളരെ കുറവാണ്. ഇത് EV വിപണിക്ക് അനുകൂലമായ ഭൗമശാസ്ത്രപരമായ ഒരു വലിയ സാമ്പത്തിക നേട്ടമാണ്. സാമ്പത്തിക മാന്ദ്യ സൂചനകൾക്കിടയിലും കോടികൾ വിലമതിക്കുന്ന പ്രീമിയം വാഹനങ്ങളുടെ വിൽപ്പനയിൽ യാതൊരിടിവും സംഭവിക്കുന്നില്ല. ദ ഹിന്ദു ബിസിനസ് റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക വർഷം 26 മെഴ്സിഡസ് ബെൻസ് ഇന്ത്യയിൽ 19,363 യൂണിറ്റുകൾ വിറ്റഴിച്ചു. ഇതിൽ AMG G63 പോലുള്ള ടോപ്പ് എൻഡ് ലക്ഷറി വാഹനങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഗൾഫ് പ്രവാസികളുടെ നിക്ഷേപങ്ങളും സംസ്ഥാനത്തെ ഉയർന്ന HNI വ്യക്തികളുടെ എണ്ണവുമാണ് ലക്ഷറി കാർ മാർക്കറ്റിനെ നയിക്കുന്നത്. ജർമ്മൻ ബ്രാൻഡുകൾക്ക് പുറമെ കിയ, MG പോലുള്ള ബ്രാൻഡുകളുടെ പ്രീമിയം മോഡലുകൾക്കും വൻ ഡിമാൻഡാണ്. 1 കോടിക്ക് മുകളിൽ വിലയുള്ള വാഹനങ്ങൾക്ക് കേരളത്തിൽ 4 മുതൽ 12 മാസം വരെ കാത്തിരിപ്പ് കാലാവധിയുണ്ട്. ലക്ഷറി സെഗ്മെന്റിലെ ഉപഭോഗം വിലയെ ആശ്രയിച്ചല്ല നിലകൊള്ളുന്നതെന്നാണ് ഇത് തെളിയിക്കുന്നത്. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര റവന്യൂ സ്രോതസ്സുകളിലൊന്നാണ് വാഹന രജിസ്ട്രേഷനും അനുബന്ധ നികുതികളും. PRS ഇന്ത്യ തയ്യാറാക്കിയ കേരള സംസ്ഥാന ബജറ്റ് വിശകലനം 2025-26 പ്രകാരം സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി 1.9% ചുരുക്കാനും 1,53,544 കോടി രൂപയുടെ മൊത്തം വരുമാനം കണ്ടെത്താനും മോട്ടോർ വാഹന നികുതി പോലെയുള്ള നോൺ GST വരുമാനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. പുതിയ വാഹനങ്ങളുടെ 15 വർഷത്തെ റോഡ് ടാക്സ് മുൻകൂർ ഈടാക്കുന്ന രീതി സർക്കാരിന് വലിയൊരു തുക ട്രഷറിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. വില കൂടിയ വാഹനങ്ങളുടെ വരവ് ഈ വരുമാനം അനേകം മടങ്ങ് വർദ്ധിപ്പിച്ചു. EVകളുടെ നികുതി ഇളവുകൾ സർക്കാരിന്റെ വാഹന നികുതി വരുമാനത്തിൽ ചെറിയൊരു വിടവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് നികത്താൻ AI ക്യാമറകൾ വഴി പിഴ ഈടാക്കുന്നതടക്കമുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. എളുപ്പത്തിൽ ലഭിക്കുന്ന വായ്പകൾ ഓട്ടോമൊബൈൽ എക്കോസിസ്റ്റത്തിലെ പണലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്.
RBI ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ പൊതുമേഖലാ ബാങ്കുകളും NBFCകളും റീറ്റെയിൽ വാഹന വായ്പകളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് സ്കീമുകളും കുറഞ്ഞ പലിശ നിരക്കും സാധാരണക്കാരെ പോലും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ക്രെഡിറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയുള്ള അതിവേഗ വായ്പാ വിതരണം ഡീലർഷിപ്പുകളിലെ വിൽപ്പനയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വാഹന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങുന്ന നിരക്ക് വളരെ കുറവാണ്. അതിനാൽ ബാങ്കുകൾക്ക് ഈ മേഖല വളരെ സുരക്ഷിതവും ലാഭകരവുമായ ഒരു പോർട്ട്ഫോളിയോ കൂടിയാണ്. അസംഘടിതമായിരുന്ന സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി ഇപ്പോൾ തികച്ചും പ്രൊഫഷണലായ ഒരു കോർപ്പറേറ്റ് വ്യവസായമായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ ബ്ലൂ ബുക്ക് വ്യവസായ കണക്കുകൾ പ്രകാരം പുതിയ കാറുകളുടെ വിൽപ്പനയുടെ 1.5 ഇരട്ടിയാണ് യൂസ്ഡ് കാർ വിൽപ്പന. സ്പിന്നി, കാസ്24 തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നു. കേരളത്തിലെ വാഹന ഉടമകൾ ശരാശരി 3 മുതൽ 5 വർഷത്തിനുള്ളിൽ വാഹനങ്ങൾ മാറ്റുന്ന പ്രവണതയും കാണിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഇത്തരം വാഹനങ്ങൾ ഉയർന്ന റീസെയിൽ മൂല്യം നിലനിർത്തുകയും ശക്തമായ ഒരു സമാന്തര സാമ്പത്തിക വിപണി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആഡംബര കാറുകൾ നികുതി വെട്ടിച്ചോ അല്ലാതെയോ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു നിഴൽ വിപണിയും സജീവമാണ്. ഇത് സംസ്ഥാനത്തിന് നികുതി നഷ്ടമുണ്ടാക്കുന്നുമുണ്ട്. പൂർണ്ണമായും നിർമ്മിച്ച വാഹനങ്ങളുടെ ഇറക്കുമതി ഉയർന്ന നികുതികൾക്കിടയിലും കേരളത്തിൽ സജീവമാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പോർട്ടൽ അനുസരിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി 100%-അധികമായിട്ടും യൂറോപ്യൻ, ജാപ്പനീസ് വാഹനങ്ങളുടെ വ്യക്തിഗത ഇറക്കുമതി കേരളത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഗൾഫിലെ വാഹന സംസ്കാരം നേരിട്ട് അനുഭവിച്ചറിയുന്ന പ്രവാസികളാണ് കാർനെറ്റ് വഴിയും മറ്റും വിദേശ വാഹനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇത് പ്രാദേശികമായി ഹൈ എൻഡ് ഗ്യാരേജുകൾക്കും മെക്കാനിക്കുകൾക്കും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ അവസരമൊരുക്കുന്നു. വലിയ നികുതി നൽകി CBU മോഡലുകൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കാർനെറ്റ് വഴി താൽക്കാലികമായി വാഹനങ്ങൾ നാട്ടിലെത്തിച്ച് ഉപയോഗിക്കുന്ന പ്രവണത യുവാക്കൾക്കിടയിൽ വലിയൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ചരക്ക് ഗതാഗത വാഹനങ്ങളുടെ വിൽപ്പന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ഉപഭോഗത്തിന്റെയും ഏറ്റവും വലിയ സൂചികയാണ്. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ 2026 റിപ്പോർട്ട് പ്രകാരം ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെ വിൽപ്പനയിൽ സുസ്ഥിരമായ വളർച്ചയുണ്ട്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതിനാൽ FMCG ഉൽപ്പന്നങ്ങളുടെയും കൊമേഴ്സ് ഡെലിവറികളുടെയും അവസാന മൈൽ കണക്ടിവിറ്റിക്ക് ചെറിയ വാണിജ്യ വാഹനങ്ങൾ അത്യാവശ്യമാണ്. ഇടുങ്ങിയ റോഡുകളും വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കുകളും കാരണം വലിയ ട്രക്കുകൾക്ക് പകരം പിക്കപ്പ് വാനുകൾ പോലുള്ള ചെറിയ വാഹനങ്ങളാണ് കേരളത്തിലെ ലോജിസ്റ്റിക്സ് മേഖലയെ പ്രധാനമായും ചലിപ്പിക്കുന്നത്. വാഹന സാന്ദ്രത കൂടുതലുള്ള കേരളത്തിൽ മോട്ടോർ ഇൻഷുറൻസ് വ്യവസായം ഉയർന്ന വരുമാനവും ഉയർന്ന ക്ലെയിം റേഷ്യോയും നേരിടുന്നു. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2025 വാർഷിക റിപ്പോർട്ട് അടിസ്ഥാനമാക്കി രാജ്യത്തെ മൊത്തം മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം കളക്ഷനിൽ കേരളം മുൻപന്തിയിലുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം എടുക്കുന്ന രീതിക്ക് പകരം ബമ്പർ ടു ബമ്പർ കവറേജുകൾ എടുക്കുന്നതാണ് കേരളത്തിലെ രീതി. ഉയർന്ന വാഹന വിലകൾ ഇൻഷുറൻസ് പ്രീമിയം തുകയിലും പ്രതിഫലിക്കുന്നുണ്ട്. റോഡുകളിലെ തിരക്ക് കാരണം വലിയ അപകടങ്ങളെക്കാൾ നിരന്തരം സംഭവിക്കുന്ന ചെറിയ സ്ക്രാച്ചുകൾക്കും ഡെന്റുകൾക്കുമുള്ള ക്ലെയിമുകളാണ് ഇൻഷുറൻസ് കമ്പനികളുടെ ലാഭവിഹിതം കുറയ്ക്കുന്ന പ്രധാന ഘടകം. വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുന്നില്ലെങ്കിലും അവയുടെ സ്പെയർ പാർട്സുകളും ആക്സസറീസുകളും വിൽക്കുന്ന വലിയൊരു ശൃംഖലയും കേരളത്തിലുണ്ട്. MSME മിനിസ്റ്ററി 2025 റിപ്പോർട്ട് പ്രകാരം ഓട്ടോമൊബൈൽ സർവീസ്, ആക്സസറി വ്യാപാരം എന്നിവയിൽ 10,000-കണക്കിന് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടയറുകൾ, ലൂബ്രിക്കന്റുകൾ, ബാറ്ററികൾ എന്നിവയുടെ വൻകിട ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലകൾ സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ റബ്ബർ ഉൽപ്പാദനം ടയർ നിർമ്മാണ കമ്പനികൾക്ക് പ്രധാന അസംസ്കൃത വസ്തുവാണ്. ഉയർന്ന തൊഴിൽ കൂലി കാരണം സ്പെയർ പാർട്സ് നിർമ്മാണ പ്ലാന്റുകൾ സംസ്ഥാനത്ത് പ്രായോഗികമല്ല. അതിനാൽ സേവന മേഖലയിലും വിതരണത്തിലുമാണ് കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക നേട്ടം. യാത്രാ സൗകര്യം എന്നതിലുപരി ഉയർന്ന പെർഫോമൻസ് ഉള്ള മോട്ടോർ സൈക്കിളുകൾ ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സായി മാറിയിരിക്കുന്നു. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് റിപ്പോർട്ടുകൾ അനുസരിച്ച് 250 cc മുകളിലുള്ള പ്രീമിയം മോട്ടോർ സൈക്കിളുകളുടെ വിൽപ്പനയിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ്. റോയൽ എൻഫീൽഡ്, KTM, ട്രയംഫ് തുടങ്ങിയ ബ്രാൻഡുകൾക്ക് വലിയൊരു മാർക്കറ്റ് ഇവിടെയുണ്ട്. ഇതോടൊപ്പം റൈഡിംഗ് ഗിയറുകൾ, ഹെൽമെറ്റുകൾ, മറ്റ് ടൂറിംഗ് ആക്സസറികൾ എന്നിവയുടെ വലിയൊരു അനുബന്ധ വിപണിയും സജീവമാണ്. ഒരു പ്രീമിയം ബൈക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭവിഹിതമാണ് അതിനോടനുബന്ധിച്ചുള്ള ആക്സസറീസുകൾ വിൽക്കുമ്പോൾ ഡീലർമാർക്ക് ലഭിക്കുന്നത്. പഴയ വാഹനങ്ങൾ പൊളിക്കുന്ന നയം പുതിയ വാഹനങ്ങളുടെ ഡിമാൻഡ് കൃത്രിമമായി വർദ്ധിപ്പിക്കും. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് 2026 മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ വഴി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വാഹനങ്ങൾ നിർബന്ധമായും പൊളിക്കേണ്ടി വരും. 15 വർഷത്തിലധികം പഴക്കമുള്ള വാണിജ്യ വാഹനങ്ങളും 20 വർഷത്തിലധികം പഴക്കമുള്ള വ്യക്തിഗത വാഹനങ്ങളും റോഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് EVകളിലേക്കോ പുതിയ മോഡലുകളിലേക്കോ മാറാൻ ഉടമകളെ നിർബന്ധിതരാക്കും. കേരളത്തിൽ ശാസ്ത്രീയമായി വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള സർട്ടിഫൈഡ് സ്ക്രാപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവം ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ മേഖലയിലേക്ക് കൃത്യമായ നിക്ഷേപം വരികയാണെങ്കിൽ അതൊരു പുതിയ ഇൻഡസ്ട്രിയായി മാറും. പ്രൊഫഷണൽ ട്രാക്കുകളുടെ അഭാവമുണ്ടെങ്കിലും മോട്ടോർ സ്പോർട്സ് കേരളത്തിൽ വലിയൊരു സ്പോർട്സ് ടൂറിസം സാധ്യതയാണ്. ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഓഫ് ഇന്ത്യ നയരേഖകൾ പ്രകാരം ഓഫ് റോഡ് ഇവന്റുകൾക്കും റാലികൾക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാണികളുടെ പങ്കാളിത്തമുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്.
വാഗമൺ, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിലെ സ്വകാര്യ ഓഫ് റോഡ് ട്രാക്കുകൾ അഡ്വഞ്ചർ ടൂറിസത്തെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്കായി വാഹനങ്ങൾ നിർമ്മിക്കുന്ന പ്രത്യേക വർക്ക്ഷോപ്പുകൾ ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് നടത്തുന്നത്. സർക്കാരിന്റെ പിന്തുണയോടെ ഒരു ഇന്റർനാഷണൽ റേസിംഗ് ട്രാക്ക് നിർമ്മിക്കപ്പെട്ടാൽ നിയമവിരുദ്ധമായ സ്ട്രീറ്റ് റേസിംഗ് ഒഴിവാക്കാനും സംസ്ഥാനത്തേക്ക് കോടികളുടെ ടൂറിസം വരുമാനം കൊണ്ടുവരാനും അത് സഹായിക്കും. ഭാവിയിലെ വാഹന വ്യവസ്ഥ ഹാർഡ്വെയർ കേന്ദ്രീകൃതമായിരിക്കില്ല, മറിച്ച് ഡിജിറ്റൽ സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് 2026 പ്രവചനങ്ങൾ പ്രകാരം വരും ദശകത്തിൽ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും കണക്റ്റഡ് വാഹനങ്ങളിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത ട്രാഫിക് മാനേജ്മെന്റിലേക്കും മാറും. EV അഡാപ്ഷൻ 100% എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ സർക്കാരിന്റെ വരുമാന ഘടനയിൽ അടിമുടി മാറ്റങ്ങൾ വേണ്ടിവരും. കാറുകൾ വാങ്ങുന്നതിന് പകരം സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിലുള്ള ഉപയോഗങ്ങൾ വർദ്ധിക്കും. നിലവിൽ വാഹന വിൽപ്പനയിൽ നിന്നുള്ള നികുതിയെ ആശ്രയിക്കുന്ന സർക്കാർ 2030 റോഡ് ഉപയോഗത്തിന് തക്കതായുള്ള ഡിജിറ്റൽ ടോളിംഗ് സിസ്റ്റങ്ങളിലേക്ക് മാറേണ്ടിയും വരും. ഇതിൽ നിങ്ങളിലെ വാഹനപ്രേമിയുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യാൻ മറക്കരുത്.